എനിക്ക് തോന്നുന്നത് ശ്രീ KT ജലീലാണ് യോഗി ആദിത്യനാഥും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനെന്നാണ്. കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇന്നേ വരെ, അത് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ, അല്ലെങ്കിൽ CPM-ൽപ്പെട്ടവരായിക്കോട്ടെ, മറ്റേത് പാർട്ടിയിൽപ്പെട്ട കേരളത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരാളും, ഒരു മന്ത്രിയും ഇന്നേ വരെ യോഗി ആദിത്യനാഥിന്റെ കൂടെ ഫോട്ടോ എടുത്ത് സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താണ്? അതൊരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ വന്ന യാദൃശികമായ ഫോട്ടോ അല്ല, മറിച്ച് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള KT ജലീലും യോഗി ആദിത്യനാഥും പരസ്പരം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, അവരെ വളരെ ഊഷ്മളമായ ബന്ധം വെളിവാക്കുന്ന 2 ചിത്രങ്ങൾ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങളുടെ പേരിൽ ആക്ഷേപം നേരിടുന്ന, കേസുകൾ നേരിടുന്ന ഒരു നേതാവ്, അത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് മാത്രം 2024 മാത്രം ഇന്ത്യ ഹെയ്റ്റ് എന്നൊരു സംഘടന, ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ അനലൈസ് ചെയ്യുന്ന ഒരു സംഘടന, ആ സംഘടന നടത്തിയ പഠനത്തിൽ 84 ഹെയ്റ്റ് സ്പീച്ചുകളാണ് യോഗി ആദിത്യനാഥ് നടത്തിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം 2007 മറ്റോ ഒരു കലാപത്തിന് വരെ കാരണമായിട്ടുണ്ട്. കലാപത്തിന് വരെ, മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ യോഗി ആദിത്യനാഥിനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന KT ജലീലാണോ യോഗി ആദിത്യനാഥിനെ ഈ ശബരിമലയിലെ നമ്മുടെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കത്ത് ഇവിടെ ലഭ്യമാക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ ഒരു വശത്ത് CPM ഇപ്പോൾ ഉയർത്തുന്ന, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും കലർന്ന ഈ വർഗീയ പ്രചരണങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് KT ജലീൽ എങ്ങനെയാണ് എന്നെ ആക്ഷേപിക്കുന്നത്? എന്ത് ധാർമ്മികതയാണ് അദ്ദേഹത്തിനുള്ളത്? യോഗി ആദിത്യനാഥിനെ പോലെ ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ ആളുടെ കൂടെ ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ജലീലിന് എന്നെ ആക്ഷേപിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? മറ്റൊന്നുകൂടിയുള്ളത്, ഈ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗങ്ങൾ ഒരുപാട് കലാപങ്ങൾക്ക് ഹേതുവായിട്ടുണ്ട്, ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരാളാണെന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് ജലീൽ പോയി ഫോട്ടോ എടുത്തിട്ടുള്ളത്. അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത്, BJP-യും RSS-ന്റെയും ആളുകളെ എനിക്കറിയാം, അവർ പോലും പറയാത്ത കാര്യങ്ങൾ സന്ദീപ് വാര്യർ പറഞ്ഞു എന്നാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, യോഗി പറഞ്ഞു ഒന്നും ജലീൽ കേട്ടിട്ടില്ലേ? അതോ ജലീൽ പത്രം വായിക്കാറില്ലേ? അതോ ജലീൽ ദേശാഭിമാനി വായിച്ചാൽ അറിയേണ്ടതാണ്. ജലീൽ പത്രം വായിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം യോഗി ഇന്ത്യയിൽ ഏറ്റവും അധികം ഇത്തരം കേസുകൾ നേരിടുന്നയാളാണ്. ഞാൻ ഇത്തരം എല്ലാ നിലപാടുകളെയും, ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന CPM-കാരോട്, ഇടതുപക്ഷക്കാരോട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഞാൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. അത് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ ഉത്തമമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ മതനിരപേക്ഷതയുടെ, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യതയിൽ ഒരു തരത്തിലും സംശയിക്കാൻ ജലീലിന് അവകാശമില്ല. RSS-നെതിരായിട്ടുള്ള, സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോകും. ജലീലിന്റെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും എന്നെ തളർത്താൻ കഴിയില്ല. സ്വന്തം നിലപാട് അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായിട്ടുള്ള ജലീൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് എന്നെ ആയുധമാക്കേണ്ട എന്നാണ് ജലീലിനോട് പറയാനുള്ളത്. ഞാനത് നിയമപരമായിട്ട് നേരിടുകയാണ്. ജലീലും തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, എനിക്കറിയില്ല, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും ഭയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് ഉപയോഗിക്കേണ്ട കാര്യം എന്താണ് ഈ സമയത്ത് എൻ്റെ പേര് ഉപയോഗിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ എൻ്റെ പേര് വലിച്ചഴക്കുന്നതിന് പുറകിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് തവനൂരിൽ ഇപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹം മറ്റ് സീറ്റുകൾ തേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വന്ന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു, പിറ്റേ ദിവസം വന്ന് പിണറായി പറഞ്ഞാൽ മത്സരിക്കുന്നു പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ആരെങ്കിലും അയ്യോ അച്ഛാ പോകല്ലേ എന്ന രീതിയിൽ പറയണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ CPM പ്രവർത്തകർക്ക് പോലും താല്പര്യമില്ലാതായിപ്പോയ, CPM-നകത്ത് പോലും പിന്തുണയില്ലാതായിപ്പോയ, മുഖ്യമന്ത്രിയുടെ പഴയതുപോലെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓണമാകുമ്പോൾ പായസമൊന്നും കൊടുത്തയക്കുന്നില്ല എന്നാണ് തോന്നുന്നത്, പഴയ സ്നേഹമൊന്നും ഇല്ലാതായിപ്പോയ ജലീലിന് നിന്ന് പഴയ്ക്കാൻ വേണ്ടി അദ്ദേഹം എൻ്റെ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹം, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ ആ സമയത്തും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഖലീഫ ഉമറിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് അറിയാത്തതല്ല. അദ്ദേഹം ആരെയാണ് ഖലീഫ ഉമറുമായി താരതമ്യം ചെയ്തത്? ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയ സുഗതൻ ഖലീഫ ഉമറിന് തുല്യനാണെന്ന് പ്രസംഗിച്ച ആളല്ലേ ജലീൽ. എന്നിട്ടിപ്പോൾ സുഗതൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? സുഗതൻ ഇപ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല. സുഗതൻ ഇന്നും RSS-കാരനായിട്ട് ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന സുഗതനെ ഖലീഫ ഉമറിന് തുല്യനാണെന്ന് വിശേഷിപ്പിച്ച ജലീൽ
എല്ലാ നിലപാടുകളും RSSന്റെയും സംഘപരിവാറിന്റെയും നിലപാടുകളെ നഖശീകാന്തം എതിർത്ത് ആ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്നെ ആക്ഷേപിക്കുന്നതിലെ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആട് പച്ചല തിന്നുന്നത് പോലെയാണ് ജലീൽ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മത്സരിക്കുന്നു പറയുന്നു, നാളെ മത്സരിക്കില്ല എന്ന് പറയുന്നു, അതുപോലെയുള്ള നിലപാട് മാറ്റാണല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ശ്രീ ജലീൽ ദയവ് ചെയ്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാവണം. ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ട് കോട്ട് ചെയ്യരുത്. റീഡ് ബിഫോർ യു കോട്ട് എന്ന് പറയും. വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. എന്തായാലും ഞാൻ നിയമപരമായിട്ട് എൻ്റെ സത്യം തെളിയിക്കാൻ ഞാൻ നിയമപരമായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളിൽ അങ്ങനെ വാർത്ത വരേണ്ടതാണ്. ഇനി 10 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ അങ്ങനെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്നത് ജലീലും കൂടി ഉൾപ്പെട്ടുള്ള ഗവൺമെന്റ് ആണല്ലോ. എന്തേ എനിക്കെതിരെ കേസെടുക്കാതെ എന്നെ പിടിച്ച് ഉള്ളിത്തള്ളണ്ടേ, എന്നെ പിടിച്ച് ജയിലിലടക്കണ്ടേ? അതുപോലെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു കള്ളപ്രചരണം അദ്ദേഹം ഏറ്റെടുത്തു. ആ കള്ളപ്രചരണം ഏറ്റെടുത്ത് അദ്ദേഹം തവനൂരിൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ തവനൂരിൽ അദ്ദേഹത്തിന് ചില ഭയങ്ങളുണ്ട്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തവനൂരിൻ്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല.